ഹായ് ഓൾ, നിങ്ങൾ ഈ കാണുന്നത് വല്യതുറ ബീച്ചാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മോർണിംഗ് ഒരു 7 o'clock വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ഫ്രഷ് മീൻ വന്ന് വാങ്ങുകയാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്കായാലും അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങാൻ പറ്റിയിരുന്നു. അതായത് ഓരോ ആളുകളും ഇത് നോക്കിക്കേ, ഇത് ജസ്റ്റ് ആ ഒരു ടൈമിൽ വന്ന ഒരു ലഗേജാണ്. ഇതിനകത്ത് ഒരു വാലിനറ്റത്തൊരു മഞ്ഞ കളറിൽ വരുന്ന ഒരു മീനുണ്ട്. നമ്മുടെ നാട്ടിലത് വേള പാരാന്നോ പാരാന്നൊക്കെയാണ് പറയുന്നത്. പാരാമീൻ ഭയങ്കര ടേസ്റ്റാണത്. അതിൻ്റെ കുഞ്ഞാണ്, ചെറിയ മീനുണ്ടല്ലോ അതും പിന്നെ വേറെ മീനുകളെല്ലാം കൂടെ ചേർന്നൊരു മിക്സ്ഡാണ് ഈ ഒരു ലഗേജിനകത്ത് നിങ്ങൾ കാണുന്നത്. ഈ രാവിലെ ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ട്രിവാൻഡ്രത്ത് മാത്രമല്ല ഏതൊരു ബീച്ചിൽ രാവിലെ ഒരു 6-6:30 അല്ലെങ്കിൽ 7 o'clock വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് മീൻ ലാഭത്തിന് വാങ്ങിപ്പോകാം. കുറച്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്ര കഷ്ടപ്പെട്ടായിരിക്കും അവർ ബീച്ചിൽ പോയിട്ട് മീൻ പിടിച്ച് അത് കരയ്ക്കെത്തിച്ച് നമുക്കൊക്കെ വിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെപ്പറേറ്റ് ആയിട്ടൊരു ബോട്ടിൽ കുറച്ച് മീൻ കണ്ടത്. അതവർ തിരിക്കുന്നതിന് മുമ്പ് കുറച്ച് മീൻ പിടിച്ചതാണ്. നല്ല ഫ്രഷാട്ടോ. ഇത് നിങ്ങൾക്ക് കറി വെക്കാനോ അല്ലെങ്കിൽ വറുത്തെടുക്കാനൊക്കെ നന്നായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ കണ്ട കാഴ്ച, ശംഖുമുഖം ബീച്ചിൽ ഒരു കൂട്ടം ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ ഒരു വടം എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള കയറാണ്. അത് ഉൾക്കടലെന്ന് പറയാൻ പറ്റില്ല. കുറേ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ ഉള്ളിൽ ആ കയറ് പോയിട്ട് ഒരു ലഗേജ് ഉണ്ട്, അതിൽ ബോട്ടുണ്ട്. അതിലവർ ഒരു നോട്ട് ഇട്ടിട്ട് പിന്നെ അവർ കരയ്ക്ക് എടുക്കാൻ നോക്കുക. അപ്പം ഇങ്ങനെ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു മീൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വള്ളം കരയ്ക്ക് അടുപ്പിക്കുന്നത്. ഒത്തിരി സമയം അവർ ട്രൈ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഒത്തൊരുമയോടെ ആണ് ചെയ്യുന്നത്. ബീച്ച് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. നമുക്ക് എന്തെങ്കിലും മനസ്സ് വിഷമമോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും ഒരു റിലാക്സേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എല്ലാ വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുക. ഓരോ തിര വരുമ്പോൾ മാത്രം
കെട്ടി പിടിച്ചോണ്ട് പോകും. എഴുതി പെട്ടെന്ന്